വീഡിയോ ഒന്നും ഇടാൻ പറ്റിയില്ല, എക്സാമൊക്കെ ആയിപ്പോയി, എൻ്റെ തിരക്കിലൊക്കെ ആയിപ്പോയി. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ നമുക്ക് എങ്ങനെയാണ് ഒരു ഹൈപ്പർ ലാപ്സ് വീഡിയോ അല്ലെങ്കിൽ ഒരു മോഷൻ ടൈം ലാപ്സ് വീഡിയോ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നത്. ഹൈപ്പർ ലാപ്സ് എന്ന് പറഞ്ഞാൽ ടൈം ലാപ്സിൻ്റെ തന്നെ വേറൊരു വേർഷനാണ് ഹൈപ്പർ ലാപ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മൂവിങ് ഷോട്ട് ക്രിയേറ്റ് ചെയ്യാനായിട്ടാണ് നമ്മൾ ഹൈപ്പർ ലാപ്സ് ഉപയോഗിക്കുന്നത്. ഇതിനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞാൽ മൈക്രോസോഫ്റ്റിൻ്റെ തന്നെ ഹൈപ്പർ-ലാപ്സ് എന്ന് പറഞ്ഞൊരു സോഫ്റ്റ്വെയറാണ്. ഞാൻ വേണമെങ്കിൽ എൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ ഒരുപാട് ക്രിയേറ്റീവായ വീഡിയോസ് ഉണ്ടാക്കാൻ നമ്മൾ ഈ ആപ്ലിക്കേഷൻ സഹായിക്കുന്നുണ്ട്. നമുക്കിത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക, ഒപ്പമുള്ള ബെല്ലൈക്കണും കൂടി അമർത്തിയേക്കുക. ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് രണ്ട് ഓപ്ഷൻസാണ് ലഭിക്കുന്നത്. ഒന്ന് റെക്കോർഡും ഒന്ന് ഇമ്പോർട്ടും. നമ്മൾ നിലവിലൊരു വീഡിയോ ഷൂട്ട് ചെയ്തിട്ടില്ല എങ്കിൽ നമുക്ക് റെക്കോർഡ് എന്നുള്ള ഓപ്ഷനിലേക്ക് പോകാം. വീഡിയോ റെക്കോർഡിങ്ങിനുള്ള ഇൻ്റർഫേസ് വളരെ സിമ്പിളാണ്. അതിൻ്റെ അത് ആകെയുള്ളത് ഒരു ക്യാമറ സ്വിച്ച് ചെയ്യാനുള്ളൊരു ഓപ്ഷനും പിന്നെ ഒരു ഫ്ലാഷിനായിട്ടുള്ളൊരു ഓപ്ഷനും മാത്രമാണ്. പിന്നെയുള്ളത് റെക്കോർഡിങ്ങിനായിട്ടുള്ള ബട്ടണും. റെക്കോർഡിംഗ് ബട്ടണിൽ അമർത്തി കഴിഞ്ഞാൽ റെക്കോർഡിംഗ് ആരംഭിക്കുന്നു. അതിന് ടൈം കോഡ് അവിടെ കാണിക്കുന്നുണ്ട്. നമുക്ക് റെക്കോർഡിംഗ് സ്റ്റോപ്പ് ചെയ്യാം. ഇതാണ് ഹൈപ്പർ ലാപ്സിൻ്റെ എഡിറ്റിങ്ങിന് വേണ്ടിയുള്ള ഇൻ്റർഫേസ്. ഇതിൽ കാര്യമായിട്ട് ഓപ്ഷൻസ് ഒന്നുമില്ല. ഒരു സ്പീഡ് കൺട്രോൾ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ മാത്രമേ ഉള്ളൂ. ഇതിൽ 1x തൊട്ട് 32x വരെയുള്ള സ്പീഡാണുള്ളത്. 1x എന്ന് പറഞ്ഞാൽ നോർമൽ നമ്മൾ റെക്കോർഡ് ചെയ്യുന്ന അതേ സ്പീഡും അത് തന്നെ സ്റ്റെബിലൈസ് ആയിട്ട് നമുക്ക് കിട്ടും. 32x എന്ന് പറഞ്ഞാൽ മാക്സിമം സ്പീഡുമായിരിക്കും. ടിക്ക് മാർക്ക് കൊടുക്കുമ്പോൾ നമ്മുടെ വീഡിയോ സേവ് ആകുന്നു. നമുക്കിനി മെയിൻ മെനുവിലെ രണ്ടാമത്തെ ഓപ്ഷനായ ഇമ്പോർട്ടിൽ എങ്ങനെയാണ് ഇത് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ആദ്യം നമുക്ക് വീഡിയോ ചൂസ് ചെയ്യാം. ഇനി വീഡിയോയുടെ ഏത് ഭാഗമാണ് നമുക്ക് ഹൈപ്പർ ലാപ്സ് ആക്കേണ്ടതെന്ന് നമുക്കിവിടെ ട്രിം ചെയ്തെടുക്കുക. ടിക്ക് ബട്ടൺ കൊടുക്കുമ്പോൾ വീഡിയോ ഇമ്പോർട്ട് ആകുന്നു. ഇതിന് അത്യാവശ്യം സമയമെടുക്കും. വീഡിയോ ഇമ്പോർട്ടായി കഴിയുമ്പോൾ നമുക്ക് നേരത്തെ നമ്മൾ ഉപയോഗിച്ച അതേ സ്റ്റെപ്സ് തന്നെ നമുക്ക് ഫോളോ ചെയ്യാം. ആദ്യം സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യുക, ശേഷം നമുക്ക് സേവ് ചെയ്യാം. ഇൻറ്റേർണൽ സ്റ്റോറേജിൽ മൂവീസ് എന്ന് പറയുന്ന ഒരു ഫോൾഡറിലേക്കാണ് വീഡിയോസ് ഡിഫോൾട്ടായിട്ട് സേവ് ആകുന്നത്. ഈ ആപ്ലിക്കേഷൻ്റെ സെറ്റിങ്സ് മെനു വളരെ സിമ്പിളാണ്. വളരെ കുറച്ച് ഓപ്ഷൻസ് മാത്രമേ ഉള്ളൂ. ഒന്നെന്ന് പറഞ്ഞാൽ നമ്മുടെ വീഡിയോ ഫുൾ HD റെസൊല്യൂഷനിൽ എക്സ്പോർട്ട് ചെയ്യണോ വേണ്ടയോ എന്നുള്ളതും, രണ്ടാമത്തത് SD സ്റ്റോറേജിലോട്ടാണോ നമ്മൾ എക്സ്പോർട്ട് ചെയ്യേണ്ടതെന്നുള്ളതും. ആക്ച്വലി ഇതൊരു 2-in-1 ആപ്ലിക്കേഷനാണ്. ഇത് ഹൈപ്പർ ലാപ്സ് ചെയ്യുന്നതിന് കൂടെ നമ്മുടെ വീഡിയോ സ്റ്റെബിലൈസും കൂടി ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്കിതൊരു വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ആപ്ലിക്കേഷൻ കൂടിയാണ്. സോ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.